കൂടിയുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ PV അൻവറിന്റെ വാക്കുകളെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? 2 ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതുവരെയാണ് തന്റെ ദൗത്യം, തന്റെ പക്കലുണ്ടായിരുന്ന തെളിവുകൾ, തന്റെ പക്കലുണ്ടായിരുന്ന വിവരങ്ങൾ ഇതൊക്കെ താനിതാ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു. പാർട്ടി സെക്രട്ടറി അവിടെ തിരുവനന്തപുരത്തില്ല, പാർട്ടി സെക്രട്ടറി വന്നാൽ പാർട്ടി സെക്രട്ടറിക്ക് കൂടി കൊടുക്കുന്നു. അവിടെ വരെയാണ് തന്റെ ദൗത്യം. ഈ ADGPയുടെ കാര്യത്തിലായാലും SP-യുടെ കാര്യത്തിലായാലും അദ്ദേഹം കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഇനി തയ്യാറാകുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ആക്ഷന് കാത്തിരിക്കുന്നു PV അൻവർ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ശ്രീജിത്തിന് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രി PV അൻവറിനെ ഒരു അനുനയ സ്വരത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഉന്നയിച്ച പരാതികളും ഒപ്പം ആവശ്യപ്പെട്ട കാര്യങ്ങളിലും അനുഭാവപൂർവമായ നടപടികളെടുക്കാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. അതിനുവേണ്ട തനിക്ക് ഉന്നയിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം പൊതുമണ്ഡലത്തിലും മുഖ്യമന്ത്രിക്ക് നേരിട്ടും അദ്ദേഹം നൽകിക്കഴിഞ്ഞു. ഇനി ഈ പാർട്ടിയുടെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അതും പാർട്ടി സെക്രട്ടറിക്കും കൈമാറും. ഇതോടുകൂടി തൻ്റെ ദൗത്യം കഴിഞ്ഞിരിക്കുന്നുവെന്ന് PV അൻവർ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. താൻ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ തൻ്റെ ഒരു നിയമസഭാംഗം എന്ന നിലയിൽ തൻ്റെ കർത്തവ്യം നിറവേറ്റിയിരിക്കുന്നു. അപ്പോൾ ഇനി പാർട്ടിക്ക് മുന്നിലും സർക്കാരിന് മുന്നിലുമാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം. അവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. അക്കാര്യത്തിൽ തനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അൻവർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ADGP MR അജിത് കുമാറിനെ മാറ്റുമോ എന്ന ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അത് പാർട്ടിയുടെ മാത്രം വിഷയമല്ല, സർക്കാരിൻ്റെ വിഷയമാണ് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സർക്കാർ ആ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. കാരണം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു മാസക്കാലം കാത്തിരിക്കാനാണോ PV അൻവറിനോട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. കാരണം ഈ കാത്തിരിപ്പ്, ഒരു മാസത്തെ കാത്തിരിപ്പിനിടയിൽ ഈ കാര്യത്തിൽ ഈ ഉന്നയിച്ച വിഷയങ്ങളിൽ ഒരു വ്യക്തത വരും, അതുമായി ബന്ധപ്പെട്ട നടപടികൾ വരും എന്ന പ്രതീക്ഷയിലാണോ അൻവർ ഇരിക്കുന്നതെന്ന് കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും അൻവർ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ചില ഉറപ്പുകൾ ലഭിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ആ ഉറപ്പുകൾ എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇനിയൊന്നും വിട്ടുപറയാൻ PV അൻവർ തയ്യാറായിട്ടില്ല. പക്ഷെ അത് കിട്ടിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെയെങ്കിൽ അന്വേഷണത്തിന്റെ സ്വഭാവം മാറുമോ? ADGPയുടെ കാര്യത്തിലും SP-യുടെ കാര്യത്തിലും കൂടുതൽ കർക്കശമായ തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോകുമോ? P ശശിയിലേക്ക് അത് എത്തുമോ? MV ഗോവിന്ദൻ ഈ വരുന്ന പരാതിയിൽ എന്ത് നിലപാടെടുക്കും? ഇതൊക്കെ പ്രധാനമാണ്. എഴുതി നൽകിയിരിക്കുന്നു PV അൻവർ മുഖ്യമന്ത്രിക്ക് പരാതി, എഴുതി നൽകിയിരിക്കുന്നു PV അൻവർ മുഖ്യമന്ത്രിക്ക് തെളിവുകൾ. PV അൻവറിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കാണാം. 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് PV അൻവർ MLA ഹോസ്റ്റലിലെത്തി മാധ്യമങ്ങളെ കണ്ടത്. ആ വാചകങ്ങളിലേക്ക് വീണ്ടും. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ട്രിവാൻഡ്രത്തിൽ ഇന്നില്ല. ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. മാറ്റി നിർത്താതെയുള്ള ഒരു അന്വേഷണത്തിൽ തൃപ്തനാണോ? അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. അവർ അതിന് അനുസൃതമായ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവ് എന്ന നിലക്ക് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ആരെ മാറ്റി നിർത്തണം, ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ സാധനം കൊടുത്തെത്തി ഞാൻ അരമണിക്കൂർ ആയോ? ഇപ്പം തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുക? അവിടെ തുടരുമ്പോൾ സത്യം തെളിയുമോ? അല്ല, അതൊക്കെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. വീൽ വെയിറ്റ് ആൻഡ് സീ. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പം വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ്. കേരളത്തിൻ്റെ പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് എടുക്കേണ്ട നിലപാടും
പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ, അഴിമതി, അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. ഒരു മിനിറ്റ്, ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അറിയാം ജനങ്ങളുടെ വികാരം. കൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ. ഞാൻ എൻ്റെ വിഷയമല്ലല്ലോ പറഞ്ഞത്, ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അധോലോക നായകൻ എന്നൊക്കെയാണ്, അങ്ങനെയുള്ള ഒരാൾ പദവി തുടരുകയാണ്. മാറ്റി നിർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ഞാൻ വലിയ പ്രതീക്ഷയിലാണ്, നിങ്ങൾക്കറിയാലോ. ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ്, നാളെ ആ പ്രതീക്ഷയിലാണ്, മറ്റന്നാളും ആ പ്രതീക്ഷയിലാണ്. സെക്രട്ടറിയെ മാറ്റും. അല്ല, അതൊന്നും എനിക്കറിയാം, അതിന്റെ ഒന്നും ആളല്ല ഞാൻ. മറ്റൊരു സംശയം, പ്രധാനപ്പെട്ട ചോദ്യം താങ്കളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ്. അതിൽ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? അതിൽ എൻ്റെ നെഞ്ചിൽ കൈവച്ച് എൻ്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എൻ്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്.